അമേരിക്കയിൽ റായിച്ചന്റെ വീട്ടിലെ കർത്താവിന്റെ രൂപത്തോടൊപ്പം മറ്റൊരു ഫോട്ടോയും കൂടെ ഉണ്ട്. അത് അക്കാമയുടെയാ. അക്കാമ ഞങ്ങൾക്ക് ദൈവം തന്നെയാ. എന്നെ മറിയാമയെ അമേരിക്ക കൊണ്ടുപോയതും ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്നതും ഒക്കെ അവരാ. ആ കടപ്പാട് ഞങ്ങൾക്ക് മറക്കാനൊക്കത്തില്ല. മറക്കണ്ടാന്നേ. അതിന് അനിയൻ കുഞ്ഞെന്നാ വേണം? ആ അക്കാമയുടെ മോനെതിരായി എന്റെ മോളെ കെട്ടാൻ പോകുന്ന കേസ് വാദിച്ചാ ഞങ്ങള് സഹിക്കോ? അവര് സഹിക്കോ? മാണിക്കുഞ്ഞ് അനിയൻ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറയണം. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറഞ്ഞ അവൻ കേക്കത്തില്ലിട്ടിച്ചാ. എങ്കിലേ 2-1 നടക്കൂ. അയ്യോടാ 2-1 മനസ്സിലായില്ല. അനിയൻ കുഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. എന്നെ വർത്തമാനം ഇട്ടിച്ചെടി പറയുന്നേ. മനസ്സമ്മതം വരെ എത്തി വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാലോ? നടക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അനിയൻ കുഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്മാറണം. ഓഹോ, അങ്ങനെ നിർബന്ധമാണെ ഞാൻ ഈ കേസിൽ നിന്ന് അവനോട് പിന്മാറാൻ പറയാം. അല്ലാതെ ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ഇപ്പൊ എന്നതായി റോയിച്ച? ഞാൻ പറഞ്ഞ പോലെ നടന്നോ? മാണിക്കുഞ്ഞ് പറയും, അനിയൻ കുഞ്ഞ് കേൾക്കും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. മാണിക്കുഞ്ഞ് പറയും പോലും. ഒന്നല്ല 25 കല്യാണം മുടങ്ങിയാലും പ്ലാന്റർ കുരുവിളയുടെ മക്കൾ ഭീഷണിക്ക് വടങ്ങി തെണ്ടിത്തരം കാണിക്കാല. വേഗം സ്ഥലം വിട്ടോ, സ്ഥലം വിട്ടോളാൻ. താൻ ആരാ അത് പറയാൻ? അനിയൻ കുഞ്ഞ് പറയട്ടെ. ഇപ്പൊ ഞാനാ പറയുന്നത്. ഞാൻ പറയുന്നത് എന്റെ അനിയൻ കേൾക്കും. അവനെ ഇനി അച്ഛൻ പട്ടത്തിന് വിട്ടാലും അവനെ കൊണ്ട് ഇയാടെ മോളെ കെട്ടിക്കുകയല്ല, അത് ഉറപ്പാ. പോയേ. ഫ്ലോറിഡ, അമേരിക്ക.